എന്റെ അഭിലാഷം നീ ഒന്ന് അടങ്ങ്, നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ നിന്റെ കൂടെ വരാം. ഹലോ, റോക്കി ഭായ് ചേട്ടാ. ചേച്ചി ജോലിക്ക് പോയിട്ട് വന്നില്ല. വിളിക്കാൻ പറയാം. ഞാൻ ഗെയിം കളിക്കുവായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാരും ടൂറിന് പോന്ന്. 2500 രൂപ വേണമായിരുന്നു. ആണോ? പിന്നെ എനിക്കാണെങ്കിൽ ഒരു ബാഗ് വേണമായിരുന്നു. 5 വർഷമായിട്ട് ഒരു ബാഗ് തന്നെ അമ്മ തുന്നി തരുന്നത്. ബാഗ് പറയാം. ശരി ചേട്ടാ. എന്റെ ചേട്ടൻ പാവയ്ക്ക. ഒരു രൂപ എണ്ണ, പിന്നെ ഒരു ചപ്പാത്തി, എല്ലാം കൂടി 1750 രൂപ ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ അതിന്റെ അങ്ങേ മാസത്തെ എല്ലാം കൂടി ചേർത്തേ അടുത്ത മാസം അങ്ങ് തരാം. പക്ഷേ നീ ഇത് കാണിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എനിക്ക് ഈ മാസത്തെയും കഴിഞ്ഞ മാസത്തെ അതിന്റെ അങ്ങേ മാസത്തെ കാശ് തീർത്ത് തരാതെ ഇവിടുന്ന് ഒരു സാധനം ഞാൻ തരത്തില്ല. സത്യമായിട്ടും തരത്തില്ല. നീ ഞാനില്ലാത്തപ്പോ എന്റെ കെട്ടിയോനുള്ളപ്പോ ഇവിടെ കയറി വന്നല്ലോ ഈ 2 മാസം സാധനം മേടിച്ചോണ്ട് പോയത്. എഴുതി വെച്ചേക്കുന്ന കണക്ക്. ഞങ്ങൾ ഇവിടെ കടം കൊടുക്കാനല്ല കട നടത്തുന്നത്, ഞങ്ങൾ ജീവിക്കാനാ കട നടത്തുന്നത്. നിനക്ക് കടം തരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന് നടന്ന കടക്കാരാവണോടി? എന്നാ പിന്നെ വെച്ച് എല്ലാം എടുത്തെടുത്ത് തന്നെ വെച്ചോ. അമ്പടി അമ്മേ, പൈസ വേണമെങ്കിൽ അമ്മയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? എത്ര രൂപയായി ആൻറ്റി? മൊത്തം 1735 രൂപ 50 പൈസ. എത്ര നാളുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന കണക്കാണെന്ന് അറിയാവോ? നമ്മൾ ഇവിടെ ജീവിക്കാൻ ഇവിടെ കട നടത്തുന്നത് കേട്ടോ. ചെയ്തിട്ടുണ്ട്. വാമേ. അപ്പൊ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിട്ടല്ല ആൻറ്റി. ഇന്നിപ്പോ ശമ്പളം കിട്ടിയതേ ഉള്ളു. അമ്മയ്ക്ക് എന്താ അമ്മേ, എന്തിനാ അവരുടെയൊക്കെ വായിരിക്കുന്നത് കേൾക്കുന്നത്? പിന്നെ സാധനങ്ങൾ വേണ്ടായോ മോളെ? പൈസ വേണമെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എവിടുന്നേലും കടവേലും മേടിച്ച് തന്നേനല്ലോ. നീ എത്രാന്ന് പറഞ്ഞ ആളുകളോട് കടം മേടിച്ച് തരുന്നത്? ഞാൻ അയാളെ കല്യാണം കഴിച്ചാ നമ്മുടെ ഈ പ്രശ്നമൊക്കെ തീരുമായിരിക്കും അല്ലേ അമ്മേ? നീ എന്തോ ഈ പറയുന്നേ? നിന്റെ അച്ഛനാണെങ്കിൽ നിനക്കും ബോധമില്ലാതായോ? ആയ കാലത്ത് ആരെങ്കിലും ചെക്കന്മാരെ പ്രേമിക്കണമായിരുന്നു. എന്നാൽ പിന്നെ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? നല്ല ചെറുക്കന്മാരെ കിട്ടാഞ്ഞിട്ടാണോ? 10-12 വയസ്സിന് മൂപ്പുള്ളവനെയൊക്കെ നീ എന്തിനാ കിട്ടുന്ന കാശ് നോക്കി? നല്ല ചെറുക്കന്മാരെ പ്രേമിച്ച് പോകാൻ നോക്ക്. അത് കുലിക്കോ വല്ലോ കുലുങ്ങുവോ? ഇത് നല്ല സാധനം. വേണമെങ്കിൽ വേണോന്ന് പറമോളെ, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറമോളെ. വേണോ? അവൾ എന്നെ തേച്ചതാ. എത്ര വട്ടം വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. അവക്ക് എങ്ങനെ എന്നെ തേക്കാൻ തോന്നി? 3 വർഷം ഞാൻ പ്രേമിച്ചല്ലേ. പേര് അഭിലാഷം എന്നമ്മേ. എന്തു മോളെ ജോലി? വണ്ടിക്കച്ചവടം. അങ്ങനെ പല പരിപാടികളുണ്ടമ്മേ. മതി, നിന്നെ പൊന്നുപോലെ നോക്കിയാ മതി. എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ 3 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. അമ്മയോടത്ത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പോയി നമ്മുടെ മനസ്സിൽ തോന്നിയാലോ എന്നോർത്ത് പറയാഞ്ഞതാ. അമ്മയോട് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സമാധാനം ഉണ്ടെന്നോ. പിന്നെ അച്ഛൻ കൊണ്ടുവന്ന ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ആളാകെ ടെൻഷനിലാണ്. ഭയങ്കര ടെൻഷനൊക്കെ കയറിയിട്ട് ആകെ അങ്ങ് എപ്പോഴും മാനസിക രോഗികളുടെ എനിക്ക് വിളിയാണ്. എന്നെ അത്രയും സ്നേഹമുള്ളത് കൊണ്ടല്ലേ. എൻ്റെ അടുത്ത് ഇറങ്ങിച്ചില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങനെ പോകാനാ? അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടാണോ? എല്ലാം നിന്റെ തന്തയെ പറഞ്ഞാൽ മതിയല്ലോ. ആ റോക്കി ബായ്ക്ക് ഇങ്ങനെ വാക്കും കൊടുത്തു വരേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങേർക്ക്? പക്ഷെ റോക്കി ബായ് പണക്കാരനാണെങ്കിലും ആളൊരു മാന്യനാ. എന്നാ നീ അങ്ങോട്ട് കെട്ടടി.
അല്ല, ഞാൻ പറഞ്ഞതാ, നല്ലൊരാളല്ലയോ. പിന്നെ 12 വയസ്സിന് മൂത്തേന്നും പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കളയേണ്ട കാര്യമുണ്ടോ? പൈസക്കാരൻ ടാബൊക്കെ കിട്ടിയില്ലേ? പിന്നെ പൊയ്ക്കോ, അയാൾക്കത് തിരിച്ചു കൊടുക്കാൻ പാക്ക് ചെയ്ത് വെച്ചോ. ഞാൻ കിട്ടത്തില്ല അയാളെ. ഒരു റോക്കി ബായി. നീ എൻ്റെ കാര്യം തിരക്കേടി, പോടിയപ്പുറത്ത് പോ. അവള് ഉപദേശിക്കാൻ വരുന്നു. പോട്ടെ മോളെ, അവള് കുഞ്ഞല്ലേ. കൊച്ചു കുഞ്ഞൊന്നും അല്ല, ഇച്ചിരി കുരുട്ട് ബുദ്ധി കൂടുതൽ അച്ഛൻ്റെ കണക്ക്. എന്നാ നീ അധികം താമസിയാതെ നാളെ തന്നെ അവൻ്റെ കൂടെ പോണം, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല മോളെ. നാളെയോ? മോളെ നാളെ തന്നെ പോണം. കാരണം അങ്ങേരിക്ക് എന്തോ ലോണടോ ഉണ്ട് നാളെ. അതിന് റോക്കി ബായുടെ ആയതുകൊണ്ട് നാളെ കാശ് മേടിക്കാൻ പോകുമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അതുകൊണ്ട് നാളെ തന്നെ മോളൊന്നും വിചാരിക്കേണ്ട, അമ്മ ഫുൾ സപ്പോർട്ട്. നാളെ തന്നെ പോകും. ശരി അമ്മേ, ഞാൻ അഭിലാഷിനെ ഫോൺ വിളിച്ച് പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരിക്കും. ചെന്ന് പറ. ഹലോ 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 അഭിലാഷേ, കല്യാണം പറയാൻ വിളിച്ചതാണോ? കല്യാണ ഡേറ്റ് എടുത്തോ? ഹലോ, കല്യാണ ഡേറ്റ് എടുത്തോ? നിന്റെ കല്യാണം പറയാൻ വിളിച്ചില്ലേ നീ? ഞാൻ വിളിച്ചത് ഞാൻ ഒന്ന് പറയട്ടെ. പറയുന്നതിന് മുമ്പ് ഇങ്ങനെയാണെന്ന് ബഹളം വെക്കാതെ. എനിക്കൊന്നും കേൾക്കണ്ടടി. ചതിച്ച് 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 കാശുകാരനെ കിട്ടിയപ്പോ നീ എന്നെ ഉപേക്ഷിച്ചല്ലേടി. കല്യാണമായെന്ന് പറയാനൊന്നും അല്ല വിളിച്ചത്. നിനക്ക് കർമ്മയെന്ന് പറയുന്ന ഒന്നുണ്ട്. നിനക്ക് കിട്ടും, ഇതിന് കിട്ടും 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 കിട്ടും. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ കല്യാണത്തിന് ഞാൻ വരുത്തില്ലടി. വന്നാലും ഞാൻ പ്രാഗി തോലക്കോടി. ഹലോ ഹലോ അഭിലാഷേ, അമ്മ പറയുക നിന്റെ കൂടെ പൊയ്ക്കോളാനെന്ന്. നാളെ നമുക്ക് പോയാലോ? അമ്മ സമ്മതിച്ച? സത്യമാണോ? സത്യമാടാ, അമ്മ നമുക്ക് സപ്പോർട്ടാ, ഫുൾ സപ്പോർട്ട്. ഞാൻ എപ്പോഴേ റെഡിയാ. ഞാൻ ബാഗ് പാക്ക് ചെയ്ത് എപ്പോഴേ വെച്ചേക്കുവാ വിളിച്ചോടാൻ. എടി സത്യമാണോ? എടി സത്യമാണ്. എന്നെ പറ്റിച്ചിട്ട് പോകാനാണല്ലോ. അയ്യോ, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വരത്തില്ലേ നീ? ഞാൻ വരാം, കൃത്യമായിട്ട് ഞാൻ എത്തിയിരിക്കും. ഉമ്മ രാത്രി വിളിക്കണേ. രാത്രി വിളിക്കത്തില്ല, അച്ഛൻ കാണും ഇവിടെ. ഓ, നിന്റെ ഒരു അച്ഛൻ. ശരി, ഞാൻ ഉറങ്ങത്തില്ല. എനിക്കൊന്നും ഉറക്കമില്ല. ശരി. ലാപ്ടോപ്പ് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? എന്തുവാടി? അച്ഛാ, ഈ കല്യാണം നടന്നില്ലെങ്കിലേ ഈ ടാബ് നമ്മൾ റോക്കി ബായിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? എന്താടി അങ്ങനെയൊക്കെ പറയുന്നത്? പറ, തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ ടാബ് മാത്രമോ? TV കൊടുക്കണം, വാഷിംഗ് മെഷീൻ കൊടുക്കണം, ഫ്രിഡ്ജ് കൊടുക്കണം, കണ്ണാടി കൊടുക്കണം, കാശ് കൊടുക്കണം, സ്വർണ്ണമാല കൊടുക്കണം, എല്ലാം കൊടുക്കണം. ഈ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങേണ്ടി വരും. ആണോ? പിന്നില്ലയോ, എൻ്റെ ജോലി വരെ പോത്തിരിയോടി. പിന്നെ ഉടനെ അതിനു വേണ്ടി തയ്യാറെടുത്തോ. നീ എന്തുവാടി രാവിലെ വന്ന് പിച്ചും പോയി പറയുന്നേ? അച്ഛാ, അമ്മയും ചേച്ചിയും കൂടെ ആണെങ്കിലേ ഈ കല്യാണം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ 100% കല്യാണം നടക്കത്തില്ല ചാ. ഓ മൈ ഗോഡ്, ഇതെത്രയും പെട്ടെന്ന് റോക്കി ബായി അറിയിക്കണം. ഓ മൈ ഗോഡ്. ദൈവമേ, എൻ്റെ ടാബ് പോവല്ലേ. എന്ത് പോയാലും എടി, ഞാൻ വന്നോണ്ടിരിക്കും ഒടുക്കത്തെ മഴ, അതുകൊണ്ടാ. എന്താ അമ്മ ഇത്ര നേരമായിട്ട് വരാത്തത്? മോളൊന്ന് വിളിച്ചു നോക്കിയേടി. ഫോൺ ഓഫ് ആണമ്മേ. അവൻ വരാതിരിക്കത്തില്ല. ചെറുക്കൻ ഈ സമയത്ത് ഇന്നെന്താ ഫോണും ഓഫ് ചെയ്ത് വെച്ച് എവിടെ പോയി കിടക്കുന്നു? നീ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കാണുമോ? വണ്ടി വരുന്നല്ലോ. മനസ്സേ നീ ഒന്നു
കേൾക്കൂ. ഒന്നും വെച്ച് കൊതി തീർന്നിട്ടില്ല. അതിന് മുന്നേ അവളെ വിളിച്ചോടി പോയല്ലോ. എവിടെ പോയിട്ട് വരുന്ന അമ്മയും മോളും കൂടി? ആരെയോ കാത്തു നിന്ന് ക്ഷീണിച്ച് തളർന്നിട്ടാണല്ലോ വരക്കം. എന്ത് വിചാരിച്ചടി? മോളെ കാമുകന്റെ കൂടെ കടത്തി വിട്ടിട്ട് എൻ്റെ ഒപ്പം വന്ന് സുഖിച്ച് ജീവിക്കാന്നോ? അതോ നിന്റെ പഴയ കാമുകൻ ചായക്കടക്കാരൻ കടാതന്റെ കൂടെ ഒളിച്ചോടി പോന്ന് വിചാരിച്ചോടി? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഉഷേ ഉഷേ, നീ ചെയ്തത് തെറ്റ്. തെറ്റ് തെറ്റ്. അച്ഛാ അച്ഛാ, അടങ്ങ്. എവിടായിരുന്നു? അത് പിന്നെ ഞാനിപ്പം നിന്നെ ഒരാളെ കാണിച്ചു തരാം. അഭിലാഷ്, ഇവിടെ വരൂ. അഭിലാഷ്, നിന്റെ കയ്യിലിരിക്കുന്ന പെട്ടിക്കകത്ത് എത്ര രൂപയുണ്ട്? ഇതിൽ 10 ലക്ഷം രൂപയുണ്ട് സാർ. 10 ലക്ഷം രൂപയ്ക്ക് നിന്റെ കാമുകിയെ എനിക്ക് തരാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. ഇവിടെ പൊട്ടി, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? വെറും 10 ലക്ഷം രൂപയ്ക്ക്? ശരി അഭിലാഷ്, താങ്ക് യു സോ മച്ച്. ശരി സാർ, താങ്ക് യു സാർ. എടാ പൊട്ടി, ഇതായിരുന്നല്ലേ? 10 ലക്ഷം തരാൻ 2 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാടി. പ്ലീസ്, എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പൈസ പ്ലീസ്. എനിക്ക് വേണ്ട നിന്റെ പൈസ ഒന്നും. തിണ്ടി, ഈ വഴിക്ക് കണ്ടുപോവരുത്. ഈ വഴിക്ക് കണ്ട കണ്ടോ നിന്റെ കാമുകൻ കാശം മേടിച്ച് കടന്നു കളഞ്ഞത്? ഇത്രേ ഉള്ളു നിന്റെ കാമുകൻ. ഇത്രേ ഉള്ളു, മനസ്സിലായോ? റോക്കി ബായിയെ കെട്ടി മാനവും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിക്കോ. എന്തു പറയുന്നു നീ? അച്ഛ ഒന്ന് അടങ്ങിക്കേ. നീ ചെയ്തത് ഒരു ചെറിയ തെറ്റായിട്ട് കണ്ട് ഞാൻ മറന്നോളാം. പക്ഷെ നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ നിന്നെ ഞാൻ വിവാഹം കഴിക്കത്തില്ല. ഇപ്പം നിനക്കിത് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എനിക്ക് കല്യാണത്തിന് സമ്മതമാ. അതാ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോള് പറയുന്ന കേൾക്കും. എൻ്റെ മോള് പറയുന്ന കേക്കും. കല്യാണമാ കല്യാണം, കല്യാണമാ കല്യാണം, കല്യാണമാ കല്യാണം, കല്യാണം.